ഒരു കോസ്മെറ്റിക് ബ്രാൻഡുമായി ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിക്ക് എന്താണ് ബന്ധം? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇന്ത്യ സ്വതന്ത്രമായ ശേഷം നമ്മുടെ നാട്ടിലെ ബന്ധുക്കൾ വളരെയധികം തുക ഫോറിൻ കോസ്മെറ്റിക് ബ്രാൻഡുകളിലും ലിപ്സ്റ്റിക്കുകളിലും ചെലവാക്കുന്നതായി മനസ്സിലായി. അത് അന്ന് ഇന്ത്യക്ക് അമൂല്യമായിരുന്ന ഫോറിൻ എക്സ്ചേഞ്ചിന് വളരെ വലിയ ആഘാതം ഉണ്ടാക്കുന്നതായിട്ട് മനസ്സിലായി. അങ്ങനെ ജവഹർലാൽ നെഹ്റു ഇന്ത്യക്കാർക്കായിട്ട് ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് നിർമ്മിക്കാനായി JRD ടാറ്റയുമായി ബന്ധപ്പെട്ടു. അങ്ങനെ JRD ടാറ്റ ഇന്ത്യക്കാർക്കായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോസ്മെറ്റിക്സിന് പകരം ഇന്ത്യക്കാർക്കായിട്ട് ഒരു ആൾട്ടർനേറ്റീവ് ഉണ്ടാക്കി. അതായിരുന്നു ലക്ഷ്മിയുടെ ജനനത്തിന് കാരണമായത്. സ്വിറ്റ്സർലാൻഡിൽ ജനിച്ച ടാറ്റ കുടുംബത്തിൽ അംഗമായിരുന്ന നേവൽ ടാറ്റയുടെ ഭാര്യയുമായിരുന്ന തിമോനി ടാറ്റ ഈ ഒരു കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. അവരാണ് ഈ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോയത്. ഫ്രഞ്ച് ഒപ്പേറ ഗോഡസ് ആയിരുന്ന ലക്ഷ്മി എന്ന പേരിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ ഒരു ബ്രാൻഡിന് ഈ ഒരു നാമം നൽകിയത്. ഇന്ത്യക്കാർക്കായിട്ട് അഫോർഡബിളും വേൾഡ് ക്ലാസ് ക്വാളിറ്റിയുമുള്ള ഒരു കോസ്മെറ്റിക് ബ്രാൻഡ് അങ്ങനെ ജന്മമെടുക്കുകയായിരുന്നു. സമൂഹത്തിലെ ഉന്നതിയിലുള്ളവർക്ക് മാത്രമല്ല, ഇന്ത്യയിലെ സാധാരണക്കാർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രാൻഡായതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളിലും വളരെ പെട്ടെന്ന് ഇവയുടെ പ്രൊഡക്റ്റുകൾ സ്വീകാര്യത നേടി. 90കളുടെ ബോൾഡ് ലുക്കുകൾ മുതൽ മോഡേൺ മിനിമൽ പാലറ്റ്സ് വരെ ലാക്മി ഇന്ന് എല്ലാ ഇന്ത്യൻ സ്ത്രീകളുടെയും ഭാഗമാണ്. 1998 ഈ ഒരു ബ്രാൻഡിൽ ടാറ്റയ്ക്കുണ്ടായിരുന്ന ഷെയർ അവർ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് സെല് ചെയ്തിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ അണ്ടറിലും ഈ ഒരു ബ്രാൻഡ് വളരെ വലിയ ഒരു വളർച്ചയാണ് നേടിയത്. ഒരു സ്റ്റോറുകളിൽ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ മാത്രമായിരുന്നില്ല, ഫാഷൻ വേൾഡിലും ഈ ഒരു ബ്രാൻഡ് എൻ്റർ ചെയ്തു. ലാക്മി ഫാഷൻ വീക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാഷൻ പ്ലാറ്റ്ഫോമാണ്. ഇന്ത്യ ഗവൺമെൻറ് സപ്പോർട്ടോടെ ഉടലെടുത്ത ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ് ലാക്മി. ഇന്ന് 70 വർഷത്തിന് ശേഷവും ആ ഒരു ബ്രാൻഡ് അതിൻ്റെ എല്ലാ പ്രൗഢിയോടും കൂടി തന്നെ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് സംസാരിച്ച കാര്യങ്ങൾ താഴെ ചെറിയ പോയിന്റുകളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്.